നമസ്കാരം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ജസ്നയെ പറ്റിയിട്ടാണ്. ജസ്ന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തുന്ന ഒരു മിസ്സിംഗ് കേസായിരിക്കും. ഇതുവരെ തെളിയിക്കാൻ പറ്റാത്ത ഒരു മിസ്സിംഗ് കേസായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത്. ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത്? 2018 മാർച്ച് 22 കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ എന്ന ഗ്രാമത്തിൽ നിന്നും 21 വയസ്സുള്ള ജസ്ന എന്ന പെൺകുട്ടിയെ കാണാതാകുകയാണ്. ഈ സംഭവം നടന്നിട്ട് 6 വർഷം തികയുമ്പോഴും ഒരു തുമ്പ് പോലും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ജസ്ന എവിടെയാണുള്ളത്, ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. ജസ്നയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ജസ്ന പ്ലാൻ ചെയ്തിട്ട് ജസ്നയായിട്ട് പോയതാണോ, അതോ ജസ്നെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മുടെ മുന്നിൽ ഒരു തെളിവുമില്ല. പോലീസ് അന്വേഷിച്ചു, അതായത് ഈ ഒരു സംഭവം നടന്ന തുടർന്ന് ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചു. അവർ കുറേ അന്വേഷിച്ചിട്ടും അവരൊരു ഡെഡ് എൻഡിലേക്ക് വരികയാണ്. അവർക്കത് കണ്ടുപിടിക്കാനായില്ല. എന്നിട്ട് ശേഷം ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു. അവരന്വേഷിച്ചു. പതിയെ അവരും ഒരു ഡെഡ് എൻഡിൽ ചെന്ന് നിൽക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകണം, ജസ്ന എവിടെയാണ് എന്ന് അവർക്ക് കണ്ടെത്താനായിട്ടില്ല. ശേഷം CBI വരെ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചു. കുറേ നാൾ ആ അന്വേഷണത്തിനൊടുവിൽ അവരും CBIയും ഒരു ഡെഡ് എൻഡിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകണ്ടേ എന്ന് അവർക്കും അറിയില്ല. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ BCom വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. ജസ്ന ഫസ്റ്റ് ഇയറിൽ 90% മാർക്കിൽ കൂടുതലാണ് ജസ്ന പാസ്സായിരിക്കുന്നത്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടൊരു സ്റ്റുഡൻറ്റ്, ഇത്രയും പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ജസ്ന ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നു ഈ ആരുടെയും മുന്നിൽ പെടാതെ ജസ്ന മാറുക എന്നുള്ളത്, അതോ ജസ്ന ആരെങ്കിലും അപായപ്പെടുത്തിയാണോ? ഇത് 2018 എന്ന് പറയുന്ന കാലഘട്ടം നമുക്കറിയാം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വർഷമായിരുന്നു 2018 എന്നുള്ളത്. എന്നിട്ടും ജസ്ന അന്ന് രാവിലെ ജസ്നയുടെ വീട്ടിൽ നിന്നും, വെച്ചൂച്ചിറയുള്ള ജസ്നയുടെ വീട്ടിൽ നിന്നും തൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ജസ്ന മനഃപൂർവ്വം ഫോൺ വീട്ടിൽ മറന്നു വെച്ചതാണോ, അതോ ജസ്ന എടുക്കാൻ മറന്നതാണോ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വ്യക്തത വരാനുണ്ട്. ജസ്ന അന്നേക്ക് ഒരു ദിവസം ഫോൺ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. സ്വന്തം വീട്ടിൽ ഫോൺ വെച്ചിട്ടായിരുന്നു ജസ്ന പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നമുക്ക് ജസ്നയെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. ജസ്ന എവിടെയാണ് പോയത്? ജസ്ന മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്നവരെ CCTV വിഷ്വൽസ് പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ജസ്നയാണ് ആ വിഷ്വൽസിൽ ഉള്ളത് എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ജസ്നയുടെ ആ ഒരു ഫേസ് നമുക്ക് വ്യക്തമല്ലായിരുന്നു ആ CCTV വിഷ്വൽസിൽ. പിന്നെ പോലീസ് ജസ്നയുടെ വീട്ടുകാരോടും അതേപോലെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇത് ജസ്നയാണ് ആ പോകുന്നത്. പക്ഷെ ഒരു സൈഡിൽ നിന്നുള്ള ആൾക്കാർ പറയുന്നു ഇത് ജസ്ന അല്ല എന്നവർ ഉറപ്പിച്ച് പറയുകയാണ്. കുറേ പേര് പറയുന്നു ജസ്നയെ ചെന്നൈ കണ്ടു, ബാംഗ്ലൂർ കണ്ടു, മാരീഡായി, അന്യമതത്തിലുള്ള ഒരാളുമായിട്ട് മാരീഡായി. കുറേ പേര് ഇങ്ങനെ ഓരോന്ന് പറയുന്നെങ്കിലും ഇതുവരെ ഒന്നും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ജസ്ന മാത്രമല്ല നമ്മുടെ ഈ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ കാണാതാവുന്നത്. നമ്മൾ NCRBയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിൽ, നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഖ്യയാണ് ഈ പെൺകുട്ടികളെ കാണാതെ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പം ശരിക്കും ഒരു സൈഡിൽ പേടിയും അതേ സൈഡിൽ തന്നെ വിഷമവും നമുക്ക് വരും. ഓരോ ഇയർ കഴിയുന്നവരും 4%, 5% വെച്ച് കൂടി വരികയാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി നമ്മൾ സുരക്ഷിതരല്ല, നമ്മളെങ്ങും സുരക്ഷിതരല്ല. നമ്മളിപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്നിടം വരെ നമ്മുടെ പാരൻസിന് ആദ്യമായിരിക്കും. അത് അവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല. കാരണം നമുക്ക് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. അതേപോലെ ഇപ്പോൾ ഒരുപാട് CCTV നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ചെന്നാൽ ഓരോ മുക്കിലും മൂലയിൽ CCTV ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് വിഷ്വൽസ് ആയാലും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ജസ്നയുടെ ഈ ഒരു സംഭവത്തിൽ അത് ഭയങ്കര വ്യത്യസ്തമായിട്ടൊരിതായിരുന്നു. ഒറ്റ CCTV വിഷ്വൽസ് ജസ്നയെ പറ്റിയിട്ട് കിട്ടിയിട്ടുള്ളൂ. ആ വിഷ്വലിലുള്ളത് ജസ്നയാണെന്നും ഉറപ്പിച്ചിട്ടില്ല. ഇത് ഇത്രയും ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കേസാണ് ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയുടേത്. 5 ലക്ഷമായിരുന്നു അനൗൺസ് ചെയ്തത്. DGP 5 ലക്ഷം രൂപയെന്ന് ജസ്നയെ പറ്റി ഇൻഫോർമേഷൻ, അതായത് വാല്യുബിൾ ആയിട്ടുള്ള ജസ്ന എവിടെയാണുള്ളത് അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 5 ലക്ഷം രൂപയായിരുന്നു പോലീസ് വാഗ്ദാനം ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് ഇതുവരെ പോലീസിന് എത്തിയിട്ടില്ല. ജസ്നയുടെ ഈ ഒരു കേസ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു CBIക്ക് വളരെ നിർണായകമായ ഒരു ഫോൺ കോൾ വരുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നായിരുന്നു ഫോൺ കോൾ വന്നിരുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന ഒരു പ്രതിക്ക് ജസ്നയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ CBIക്ക് കൈമാറണം എന്ന് പറഞ്ഞായിരുന്നു ആ കോളിലുണ്ടായിരുന്നത്. അപ്പം CBI പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി ഈ ഒരു പ്രതിയുമായിട്ട് സംസാരിച്ചു. അപ്പം CBI ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ജസ്നയെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു വിവരം പറയാനുള്ളത്? അപ്പം ആ പ്രതി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതി കൊല്ലം ജയിലിൽ കഴിയുന്ന സമയത്ത് ഈ പ്രതിയുടെ ഒപ്പം സെൽമേറ്റ് ആയിട്ടുള്ള, അതായത് ഒരേ കടവറയിലുള്ള മറ്റൊരു പ്രതി,
ഇവർ രണ്ടുപേരും ഒരേ സെൽമേറ്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് തരത്തിലുള്ള കോൺവെർസേഷനും കാര്യങ്ങളും സംഭവിക്കും. അങ്ങനെ സംഭവിച്ച ഇവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഇടയ്ക്കായിരുന്നു ജസ്ന എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഇങ്ങനെ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത്, ജസ്ന എവിടെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ തനിക്കറിയാം എന്ന്, ജസ്നയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തനിക്കറിയാമെന്ന് ഈ ഒരു സെൽമേറ്റ് ഈ പൂജപ്പരയിൽ തടവിൽ കഴിയുന്ന പ്രതിയോട് പറയുകയാണ്. എനിക്ക് ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാം. കാരണം ഈ ഒരു പ്രതി എന്ന് പറയുന്നത്, അതായത് കൊല്ലം ജില്ലയിൽ ഒരേ സെല്ലിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ ഈ ഒരു പ്രതി പത്തനംതിട്ട ജില്ലക്കാരനാണ്. അപ്പം ഈ ജസ്ന ഉള്ളതും പത്തനംതിട്ടയിലാണ്. അപ്പം ഇയാൾ ആ സമയത്ത് വലിയ കാര്യമാക്കിയില്ല ഈ ഒരു കാര്യം. വലിയ ഒരു എന്താ പറയണ്ടേ, ഇവർ തമ്മിലുള്ള ഒരു ടോക്ക് അത് അവിടെ തീർന്നു എന്ന രീതിയിൽ ഇവർ സംസാരിച്ചു. അപ്പം ഈ ഒരു പ്രതി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജസ്നയെ അറിയാം, ഞാൻ ജസ്നയെ ഉപദ്രവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രതി ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതിയോട് പറഞ്ഞിരിക്കുന്നത്. കാരണം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരു പ്രതിയാണ് ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് ആലോചിക്കുക. ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ പറഞ്ഞ കാര്യം ആ മുഖവരയ്ക്ക് എടുക്കണോ, ഇതിനകത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നറിയാൻ CBI അന്വേഷിക്കുകയാണ്. കൊല്ലം ജയിലിൽ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതി പറഞ്ഞത് സത്യമാണ്. ഇങ്ങനൊരു പ്രതി ഉണ്ടായിരുന്നു, ഇവർ ഒരേ സെല്ലിലായിരുന്നു, പത്തനംതിട്ടക്കാരനാണ്. അങ്ങനെ CBI ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് അഡ്രസ്സ് എടുത്ത് ഇയാളുടെ വീട്ടിൽ പോവുകയാണ്. ഇയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞത് ഇയാളുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല, ഞങ്ങളുമായിട്ട് ഒരുപാട് നാളായി കണ്ടിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു പ്രതി എങ്ങോട്ട് പോയെന്നോ ഇപ്പം എവിടെയാണെന്നോ എവിടെ ജോലി ചെയ്യുവാണോ തുടങ്ങിയ ഒരു കാര്യങ്ങളും പോലീസിന് അറിയത്തില്ല. പോലീസ് ഇയാൾക്ക് വേണ്ടിയിട്ടും തിരച്ചിൽ ആരംഭിക്കുകയാണ്. ഒടുവിൽ അത് ഒരു ഡെഡ് എൻഡിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇയാൾ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ഒരു പക്ഷേ ഇയാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജസ്നയിലേക്കുള്ള ഒരു ലീഡായിരിക്കും ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഇയാളെ ട്രേസ് ഔട്ട് ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2019, 20, 21 കാലഘട്ടങ്ങളിൽ പെൺകുട്ടികളെ, സ്ത്രീകളെ മിസ്സായതിൻ്റെ ഒരു കണക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമ്മൾ സേഫ് അല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു റിപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാവണം. 2022 മാത്രം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അതിക്രമത്തിൻ്റെ കേസ് ഫയൽ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,45,256 കേസുകളാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2021 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 22.4% വർധനയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ 8 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മിസ്സിംഗ് കേസുകൾ, സ്ത്രീകൾക്കും പെൺകുട്ടികളും മിസ് ചെയ്ത കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 80,573 കേസുകളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണുന്നില്ല, എല്ലാം മിസ്സായി എന്ന് മിസ്സിംഗ് കേസായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു 80,573 ആണ്. അതിൽ 80% ആൾക്കാരെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. 80% ആൾക്കാരെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോഴും ഒരു ക്ലൂവും ഇല്ലാതെ അവരെവിടെയാണ്, ഈ ജസ്നയുടെ കാര്യം പറയുന്ന പോലെ ഒരു തുമ്പും കിട്ടാതെ ഇപ്പോഴും എവിടെയാണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. 2017 എടുക്കുവാണെങ്കിൽ 9,202, 2018 11,538, 2019 12,802, 2020 8,742, 2021 9,719, 2002 11,259, 2023 9,882. ഈ ഒരു കണക്കുകൾ ഒക്ടോബർ പ്രകാരമാണ്. 2023 ഒക്ടോബർ പ്രകാരമുള്ള കണക്കുകളാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. ഇപ്പം ജസ്നയ്ക്ക് സംഭവിച്ച പോലെ നമുക്ക് ആർക്കും സംഭവിക്കാം. കാരണം ഇനി അങ്ങനെ ഒരു ജസ്ന ഉണ്ടാവാൻ പാടില്ല. കാരണം ആ കുട്ടിയുടെ വീട്ടിൽ കുടുംബക്കാർക്ക് നീതി കിട്ടണം. ഇത്രയും ഒരു വർഷമായിട്ട് CBI വരെ ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടും ഒരു തെളിവും ജസ്നയെ പറ്റി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മളൊന്നും ഒട്ടും സേഫ് അല്ലാന്ന് വേണം കരുതാനായിട്ട്. അപ്പം നമ്മളാണ് നമ്മളുടെ സെക്യൂരിറ്റി ഉറപ്പിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക. ജസ്നയ്ക്ക് സംഭവിച്ച പോലെ വേറൊരു പെൺകുട്ടിക്ക് ഇനി സംഭവിക്കരുത്. കാരണം ജസ്നയെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ. ജസ്നയെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ക്ലൂസ്, കൂടുതലായിട്ടുള്ള ലീഡ്സ് ലഭിക്കട്ടെ എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.